നമസ്കാരം. ചരിത്രത്തിലേക്ക് കുതിച്ചുയരുന്ന ഫാൽക്കൺ 9 റോക്കറ്റ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപം. 4 രാജ്യങ്ങളിൽ നിന്നുള്ള 4 പേരാണ് പേടകത്തിലുള്ളത്. US കൂടാതെ ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരുമുണ്ട്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ സംഘമെത്തും. മെയ് 29 നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരുന്നു. പിന്നീട് 5 തവണ കൂടി വിക്ഷേപണം നിശ്ചയിച്ചെങ്കിലും മാറ്റി. പുതിയ SpaceX ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ദൗത്യസംഘത്തിന്റെ യാത്ര. 41 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുന്നത്. 14 ദിവസം ശുഭാംശുവും സംഘവും ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാംശു ശുക്ല 7 പരീക്ഷണങ്ങൾ നടത്തും. ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് മുൻ നാസ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സൺ ആണ്. ശുഭാംശു ശുക്ല പൈലറ്റിന്റെ റോൾ ഏറ്റെടുക്കും. 2 മിഷൻ സ്പെഷ്യലിസ്റ്റുകൾ പോളണ്ടിൽ നിന്നുള്ള സാവോസ് ഉസ്നാൻസ്കി, വിസ്നേവ്സ്കിയും ഹംഗറിൽ നിന്നുള്ള ടിബോർ കബുവുമാണ്. ശുഭാംശുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചിരിക്കുന്നത്. 39 വയസ്സുകാരനായ ശുഭാംശു 2006 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സുഖോയ് 30, MiG-21, MiG-29, ജാഗ്വർ, ഹോക്ക്, ഡോണിയർ, AN-32 തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വിമാനങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടും. ഇന്ത്യ സ്വന്തം നിരക്ക് ബഹിരാകാശത്ത് യാത്രികരെ അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 യാത്രികരിൽ ഒരാളാണ് ശുഭാംശു. സർക്കാർ ഉദ്യോഗസ്ഥനായ ശംഭു ദയാൽ ശുക്ലയുടെയും ആശ ശുക്ലയുടെയും മകനായി UP-യിലെ ലക്നൌവിൽ ജനിച്ച ശുഭാംശു കാർഗിൽ യുദ്ധസമയത്താണ് സൈനിക സേവനത്തിൽ ആകൃഷ്ടനായത്. തുടർന്ന് NDA പരീക്ഷ എഴുതി. കമ്പ്യൂട്ടർ സയൻസിൽ BSc ബിരുദം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് നേടി. 2019 ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിനായി തിരഞ്ഞെടുത്തു. തുടർന്ന് റഷ്യയിൽ പരിശീലനം നേടി. 2024 മാർച്ചിൽ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം നേടി. ദന്ത ഡോക്ടറായ ഡോക്ടർ കാംനെയാണ് ഭാര്യ. 4 വയസ്സുള്ള കിയാസ് മകനാണ്. ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ലയാണ് പൈലറ്റ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ കമാൻഡറാണ് അദ്ദേഹം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനും അദ്ദേഹമാണ്. ആക്സിയം സ്പേസിന്റെ 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണിത്. എങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഈ ദൗത്യം പ്രത്യേകതകളുള്ളതാണ്. സർക്കാർ പിന്തുണയോടെ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആദ്യ ദൗത്യമാണിത്. 4 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് ഈ രാജ്യങ്ങൾ സർക്കാർ പിന്തുണയോടെ ഒരു മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ഇന്നുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വാണിജ്യ ബഹിരാകാശ ദൗത്യങ്ങളിലൊന്നായി ഇതിനെ മാറ്റുന്നത് ഇതടക്കമുള്ളവയാണ്. ഇന്ത്യക്ക് പുറമെ ലോകരാജ്യങ്ങളെല്ലാം ദൗത്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി എങ്ങനെ നമ്മൾ തയ്യാറെടുക്കണം എന്നത് സംബന്ധിച്ച അറിവുകൾ നേടാൻ ശുഭാംശുവിന്റെ പരിശീലനങ്ങളിലൂടെയും അനുഭവ സമ്പത്തിലൂടെയും സാധിക്കുമെന്നാണ് ISRO കണക്കുകൂട്ടുന്നത്. ബഹിരാകാശ പര്യവേഷണത്തിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിക്കുന്നതിൻ്റെയും ബഹിരാകാശം കൂടുതൽ രാജ്യങ്ങൾക്ക് പ്രാപ്യമാകുന്നതിൻ്റെയും ഉദാഹരണമാണ് ഈ ദൗത്യം. കേവലം സർക്കാർ ഗവേഷണം എന്നതിലുപരി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, വിദ്യാഭ്യാസ പ്രചാരണം, വാണിജ്യപരമായ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ഈ ദൗത്യത്തിൽ ഒരുമിക്കുന്നു. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ സംഘമെത്തും. മെയ് 29 നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരുന്നു. പിന്നീട് 5 തവണ കൂടി വിക്ഷേപണം നിശ്ചയിച്ചെങ്കിലും മാറ്റി. പുതിയ SpaceX ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ദൗത്യസംഘത്തിന്റെ യാത്ര.